പെണ്ണാണ്, ഞാൻ ആണാണ്. രണ്ടും വ്യത്യാസമുണ്ട്. നാളെ എനിക്കെതിരെ കാരണം എല്ലാ തെറ്റും ഈ ചെയ്തും കണ്ട് സത്യം ഓല് കേസ് കൊടുക്കും. സത്യം ഫോണിൻ്റെ കയ്യിലുണ്ടല്ലോ, സത്യം സത്യം പോലെ പറയും. കൈയെടുക്ക്, എത്ര വട്ടം എൻ്റെ കൂടെ പോയിക്കണം? കൈയെടുക്ക്, എത്ര വട്ടം എൻ്റെ കൂടെ പോയിക്കണം? ഇനി മേലാൽ ചെയ്യരുത്. ഓനുണ്ടാവും കള്ളവെടി വെക്കുന്നവൻ, എന്തായാലും ഉണ്ടാവും. ഓന് പോകുന്നില്ല, കള്ളവെടി വെക്കാണ്, ഓൻ പോകൂല. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയയിലേക്ക് സ്വാഗതം കേട്ടോന്നേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് അവിഹിതവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഈ അവിഹിതം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഒരു ഫാഷനായി മാറിയേക്കുവാണ് നമ്മുടെ നാട്ടിൽ. ഭയങ്കരമായിട്ടും അത് വിവാഹം കഴിച്ചവർ തന്നെയാണ് ഈ ഒരു പരിപാടിക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചേക്കുന്നത് കേട്ടോ. അല്ലെ, വിവാഹം കഴിക്കാത്തവരൊന്നുമല്ല, വിവാഹം കഴിച്ചവർ തന്നെയാണ്. കുട്ടികളായതിനു ശേഷമാണ് ഇങ്ങനത്തെയുള്ള പരിപാടിയൊക്കെ കാണിച്ചു കൂട്ടുന്നത്. അപ്പോൾ ഈ അവിഹിതം ഒരു ഫാഷനായി മാറി കഴിയുമ്പോഴത്തേക്ക് നല്ല 8ന്റെ പണി കിട്ടുക എന്ന് പറയും ചിലയിടത്തൊക്കെ പോയി കയറി കഴിഞ്ഞാൽ. അപ്പം അതുപോലൊരു നല്ലൊരു പണിയും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഇത് ഒന്നും നമ്മുടെ ഈ നിയമപരമായിട്ടൊന്നും ഇത് ആരുടെ മുന്നിൽ എത്തുന്നില്ലേ എന്നും കൂടെ ചോദിക്കാനുണ്ട്. ഇതിൻ്റെ അവസാനം കുറച്ച് കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് പിന്നെ ഇവർ കാണിച്ചത് അത്ര നല്ല കാര്യമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് മോശം കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ പിടിക്കപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് കർമ്മ എന്നൊന്നുണ്ട്. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്, കർമ്മ എന്നുള്ളൊരു കാര്യം. അപ്പം ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. നിങ്ങളിപ്പോൾ ഇത് കുറച്ചൊക്കെ കണ്ടു കാണുമായിരിക്കും. ഇതൊന്ന് കണ്ടതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ പറയാം. അതിനുമ്പോൾ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ് ചെയ്യാതെ പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹൈപ്പ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാതെയും പോകരുത് കേട്ടോ. എന്നാണേലും നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. പെണ്ണാണ്, ഞാൻ ആണാണ്. രണ്ടും വ്യത്യാസമുണ്ട്. നാളെ എനിക്കെതിരെ കാരണം എല്ലാ തെറ്റും ഈ ചെയ്തും കണ്ട് നാളെ എനിക്ക് ഓൻ്റെ കൂട്ട് പിടിച്ച് കണ്ട് ഓൻ്റെ വീട്ടിൽ ഞാൻ പ്രശ്നമാക്കും. അപ്പോൾ ഓൻ്റെ കൂട്ട് പിടിച്ചും കണ്ട് എൻ്റെ അമ്മൻ്റെ നമ്പർ വരെ എനിക്ക് അയച്ചു കൊടുത്താൽ എനിക്കത് തിരിയാണ്ടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓൻ്റെ വാപ്പക്ക് എൻ്റെ വോയിസ് അയച്ചെടുത്ത് പറഞ്ഞ് ഓൻ്റെ വാപ്പ പറഞ്ഞാണ് എന്നോട് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് പറയിപ്പിക്കണതാണ് എല്ലോന്ന്. അപ്പോൾ അതിൻ്റെ ഒരു തെളിവായിട്ടാണ്. പറഞ്ഞോ, വയനാട് എന്താ സംഭവം പറയടി. പാലക്കാടോ? പാലക്കാടാണ് വർക്ക് ചെയ്യുന്നത്. ഈ 3 ദിവസം ഹർത്താലിന് തലേദിവസം തൃശ്ശൂർ പോയില്ലേനോ? അത് ആര് റൂമാണോ? ലോഡ്ജായിരുന്നു അത്. ഫസലിൻ്റെ കൂടെ തൃശ്ശൂർ ഉണ്ടായിരുന്നോ? അതാരെ ഈ നോക്കണ്ട, എല്ലാം എന്നെ കൂടെ തത്ത ഉറപ്പിക്കാതെ പറയിപ്പിക്കും. ഈ നോക്കിയിട്ടൊന്നും കാര്യമില്ല, ഈ ചെയ്ത തെറ്റാണ്. അത് ലോഡ്ജായിരുന്നോ അല്ലെങ്കിൽ ആരെങ്കിലും വീടായിരുന്നോ? ലോഡ്ജാണോ? പക്ഷെ ലോഡ്ജിനെ മാറില്ലല്ലോ കണ്ടിട്ട്. ഡബിൾ കട്ടിലാന്ന് ഈ ഫോട്ടോ എനിക്ക് കാണിച്ചപ്പോൾ മനസ്സിലായി. ആ, ഓനിക്കെങ്ങനെ അവിടെ ഇത് കിട്ടിയേ? ഓനെ അതിൻ്റെ മുമ്പ് വർക്ക് ചെയ്തേനെ അവിടെ? എന്നോടെന്താ പറഞ്ഞ അവിടെ ഇറങ്ങാനോ? കാരണം ആദ്യം ഇയാണ് എത്തിയത് അവിടെ അല്ലേ? ആദ്യം ഇയാണ് അവിടെ എത്തിയത്. ഓ രാവിലെ വന്നതാണ് വണ്ടി എടുത്തിട്ട്. പറയേ, ആ റെയിൽവേ സ്റ്റേഷനിൽ എനിക്ക് വീഡിയോ കോൾ ചെയ്തപ്പോൾ എടുത്താൽ ഓനുണ്ടായിരുന്നോ? കള്ളം പറഞ്ഞാൽ സ്വഭാവം മാറും. ഉണ്ടായിരുന്നോ? ഇല്ലേ? പറ കുട്ടിയ, ഉണ്ടായിരുന്നോ? ഇവൾക്ക് ഗൾഫിനെ വീഡിയോ കോൾ ചെയ്ത്. അപ്പോൾ ഇവള് റെയിൽവേ സ്റ്റേഷനിൽ ഈ ഹർത്താൽ കഴിഞ്ഞില്ലേനോ? അപ്പോൾ ആരും ഇല്ല, തൊട്ടടുത്ത് കാമുകനാ. ഒന്ന് ആലോചിച്ച് നോക്കി എൻ്റെ അവസ്ഥ. എനിക്കറിയാം, ഞാൻ അവിടെ വന്നിട്ട് പച്ചത്തെറി പറയണ്ടേ, ഞാൻ പണിയിലാണ്. എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇതാക്കാൻ റൂം റെഡിയാക്കത്താണ്. എനിക്ക് എന്തോ നെഗറ്റീവ് അടിച്ചിരിക്കണേ. റൂം റെഡിയാക്കി എൻ്റെ ചെല്ലിൽ നിൽക്കും ചെയ്യും. ഓൻ ഇവിടെ രാവിലെ വന്നിട്ട് ഓൻ്റെ കൂടെ പോവുകയും ചെയ്യും. ഈ ഒരു അവിഹിതം കേട്ടിട്ട് ഞാൻ എന്നതിനാണ് ചിരിക്കുന്നതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഇതിപ്പോൾ പുള്ളിക്കാരുടെ ഒരു ഇരിപ്പൊക്കെ കണ്ടാൽ എത്ര പാവത്താനെ പോലുള്ള ഇരിപ്പാണ്, എത്ര സൗമ്യമായിട്ടാണ് സംസാരിക്കുന്നത്. ആള് ഒരു പഞ്ചപാവമായിട്ട് നമുക്ക് തോന്നും. അവരിനി അബദ്ധത്തിൽ പെട്ടുപോയതായിരിക്കും ഇതിൽ എന്നൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത്. പക്ഷേ ഇതൊന്നുമല്ല ഇതിൻ്റെ സംഭവങ്ങൾ. ഈ ചോദ്യം ചോദിക്കുന്നവൻ കെട്ടിയോനും അല്ല, ഇവളെ ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്നത് ഇവനാണ്. ഇതിനകത്ത് ഏറ്റവും വലിയ രസം എന്നാന്ന് ചോദിച്ചാൽ, ഇവൻ ഇവരുടെ വീട്ടിൽ കള്ളവടി വെക്കാൻ കയറിയതാണ്. കയറിയ വഴിക്ക് അവിടുന്ന് ഇവളെ കൊണ്ട് അടിച്ചുകൊണ്ട് പിടിക്കുക അതാണ്ട് ചെയ്ത് വിഷയമായി അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് കഴിയുമ്പോഴത്തേക്ക് ഇവൻ്റെ കൂടെ കൂട്ടിക്കൊണ്ട് പോകുന്നതാണ്. കൂട്ടിക്കൊണ്ട് പോകുന്ന ഇവൻ വിവാഹം കഴിച്ചതൊന്നുമല്ല, ഇവൻ വിവാഹം കഴിക്കാത്തതാണ്. ഇവള് വിവാഹം കഴിച്ച് 2 കുട്ടികളുള്ളതാണ്. 2 കൊച്ചു പിള്ളേരാണുള്ളത്. ആ 2 കുട്ടികൾ, എനിക്കൊന്ന് ആൺകുട്ടി എന്തോ ഇവളുടെ കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവൻ എന്നതോ പറയുന്നുണ്ട്, അതെനിക്ക് ഇവിടെ മനസ്സിലാകുന്നില്ല. അവസാനം വീഡിയോ പറയുന്നുണ്ട്. അപ്പം പെൺകുട്ടി അതിൻ്റെ അപ്പൻ്റെ കൂടാണ്.
ഇവളെ ഇങ്ങനെ കൂടെ പോന്ന് ഇവൻ്റെ കൂടെ പോന്ന് ഇവൻ വേറെ കെട്ടിയതൊന്നുമല്ല കൊണ്ടുവന്ന് പുള്ളി നല്ല ഇതായിട്ട് തന്നെ കൊണ്ടുവന്ന് കൂടെ ജീവിപ്പിക്കുവാണ് ചെയ്യുന്നത്. നല്ല രീതിക്ക് സംരക്ഷിച്ച് പൈസയൊക്കെ കൊടുത്ത് നോക്കല്ല. പുള്ളിക്കാരൻ ഗൾഫിന് പോയി. പുള്ളിക്കാരൻ ഗൾഫിന് പോയപ്പോഴത്തേക്ക് എന്നാ പറ്റി, പുള്ളിക്കാരി ഇവിടെ പഴയ പരിപാടി വീണ്ടും തുടങ്ങി. ഈ പുള്ളി അവിടെ ഇരുന്ന് നോക്കിയപ്പോൾ പുള്ളിക്കാരി എപ്പോഴും ഓൺലൈനിൽ കാണുന്നു. അതുപോലെ തന്നെ വേറൊരുത്തിൻ്റെ കൂടെ പോയത് എങ്ങനെയാണ്, അവനും കൊണ്ടൊരു ഭാര്യയും ഒക്കെ ഉള്ളതാണ്, അവൻ്റെ കൂടാണ് പോയേക്കുന്നത്. എന്നിട്ട് അത് ഈ പുള്ളിക്കാരൻ കണ്ടുപിടിച്ചതിന് ശേഷമുള്ള വിചാരണയാണ് ഈ കാണുന്നത്. കൂടെ വേറെ ഏതോ ഒരു സ്ത്രീയും കൂടെ ഉണ്ട് കേട്ടോ. അവരും എന്നതൊക്കെ ഇവരോട് ചോദിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട്. എന്നതാണേലും പുള്ളിക്കാരൻ്റെ 50,000 രൂപ പുള്ളിക്കാരി അടിച്ചു മാറ്റി മറ്റവന് കൊടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ എൻ്റെ ഇതൊക്കെയോ ഒരു നാറ്റ കേസ് കിട്ടാൻ തന്നെയാണ് ഇത് ചിരി വന്ന എന്നാന്ന് ചോദിച്ചാൽ, ഇവൻ അറിഞ്ഞിരുന്നില്ല വേറൊരു വീട്ടിൽ പോയി വിളിച്ചിറക്കിക്കൊണ്ട് വന്നപ്പം ആ കുഞ്ഞുങ്ങളെയും കെട്ടിയവനെയും കളഞ്ഞ് വരുന്നവൾ നാളെ ഇവനിട്ട് ഇതിനേക്കാൾ എമണ്ടം പണി അടുത്ത് വെച്ചിട്ടുണ്ടെന്ന് ഇവൻ അറിഞ്ഞില്ല. ഇപ്പോൾ ഇവൻ്റെ ചോദ്യവും പറച്ചിലും ഒക്കെ കേട്ടാൽ തോന്നും ഇവൻ ഭയങ്കര സൽസ്വഭാവിയായ ഒരു ഭർത്താവ്. ഇവളെ ആദ്യമായിട്ട് ഇവൻ ആ കല്യാണം കഴിച്ചതെന്നും ഇവളുമായിട്ട് ഇങ്ങനെ ബന്ധമുള്ളൂ, വേറെ ഒരു മോശമായ ഒരു നിഷ്കളങ്കനമായ ഒരു ഭർത്താവ് ഒരു ഭാര്യയെ ചോദ്യം ചെയ്ത് ഇവനെ ഈ വീഡിയോ എടുക്കുകയും ഇവരുടെ മുഖം പുറത്ത് കാണിക്കുകയും ചെയ്ത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ഇവൻ നല്ല രീതിക്കാണോ ചെയ്തത്? അല്ലല്ലോ. ഇവൻ വേറൊരുത്തൻ്റെ പെണ്ണുപിള്ളെ പിടിച്ചുകൊണ്ട് വന്നേച്ച് ഇവൻ്റെ കയ്യിൽ നിന്ന് അത് ചാടി വേറൊരുത്തൻ്റെ പുറകെ പോയി. അതും ഇവൻ്റെ കൂടെ ഇരിക്കെ തന്നെ ഇവൻ ചെലവിന് കൊടുത്ത് ഇവൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വേറൊരുത്തൻ്റെ പുറകെ പോയി. അപ്പോൾ ഇവന് ശരിക്കും വേദനിച്ചോ? അപ്പോൾ ഇതുപോലെ ഇതിനപ്പുറം വേദനിച്ച് കാണുകയല്ലേ. ഇവൻ ആദ്യം പോയി ഈ പരിപാടിക്ക് പോയെടുത്ത് ഇവളെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അങ്ങേർക്ക് വേദനിച്ച് കാണത്തില്ലേ? ഈ കുഞ്ഞുങ്ങളെയും കളഞ്ഞേച്ച് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇതൊക്കെ ചിലപ്പോൾ ഒരു രോഗമായിരിക്കാം ഇവർക്ക്, എനിക്ക് തോന്നുന്നു. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചു, അത് വേണ്ടാന്ന് വെച്ച് വേറൊത്തിൻ്റെ കൂടെ പോയി അവനെയും കളഞ്ഞേച്ച് അടുത്തവൻ്റെ കൂടെ പോകുകയാണെങ്കിൽ അതൊരു രോഗമായിരിക്കാനാണ് സാധ്യത. എന്നിട്ട് പുള്ളിക്കാരുടെ ഇരിപ്പ് കണ്ടാൽ ഞാൻ പാവം ഇതൊന്നും അറിഞ്ഞിട്ടില്ല, ഇതൊന്നും പണ്ട് രേവതി മറ്റേ കിലുക്കത്തിനകത്ത് പറയുന്നത് ഞാൻ തല്ലി പൊട്ടിച്ചു, ഞാൻ ഇത്രയേ ചെയ്തുള്ളൂ എന്ന് പറയുന്ന പോലെയാണ് പുള്ളിക്കാരുടെ ഇരിപ്പും സംസാരമൊക്കെ കണ്ടാൽ. ഞാൻ വേറൊന്നും ഇനി പറയുന്നുണ്ട് അവൻ്റെ കൂടെ സംസാരിക്കാനും കറങ്ങാനും പോയ കൂട്ടത്തിൽ ചുമ്മാ ഒരു ടപ്പയ്ക്ക് പോയി എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കണം. എത്ര ഇതായിട്ടാണ് നിഷ്കളങ്കമായിട്ടാണ് സംസാരിക്കുന്നതെന്നുള്ളത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഈ സമൂഹത്തിൽ ഇത് ഭയങ്കരമായിട്ട് അങ്ങ് വന്നിരിക്കുന്ന ഒരു കാര്യമാണ്. അതും വിവാഹം കഴിച്ച സ്ത്രീകളാണ് കൂടുതൽ ഇങ്ങനെ കാണിക്കുന്നത്, കുഞ്ഞുങ്ങളെ കളഞ്ഞിച്ച് പോവുക എടുക്കുക. പക്ഷേ ഇവനൊക്കെ ഒരു വീട്ടിൽ കയറി ഈ പണി കാണിക്കുമ്പോൾ ഇവനൊക്കെ ചിന്തിക്കുന്നില്ല നാളെ ഈ പണി എനിക്കിട്ടും കിട്ടുമെന്ന് ചിന്തിക്കുന്നില്ല. പക്ഷേങ്കിൽ ഇവനിട്ട് നല്ല പണി കിട്ടി, പക്ഷേങ്കിൽ ഇവക്കിട്ട് ഇതൊരു ഏറ്റ പണിയായിപ്പോയി. ഇതിൻ്റെ അവസാനം കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്, അത് നിങ്ങൾ കാണാതെ പോകരുത്. നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ കേട്ടതിന് ശേഷം അതിലേക്ക് നമുക്ക് പോകാം. എഴുതി വെച്ചോട്ടോ, ഓളെ അവിടെ ഇറക്കി വിടും. ഫോണിൻ്റെ അടുത്തേക്ക് ഒരു ടൈം പറയും, 1 മണിക്കൂർ കൊണ്ട് എന്താക്ക് എഴുതി വെച്ച് എന്തെങ്കിലും എടുക്കാറുണ്ടെങ്കിൽ എടുത്തോ. ഞാൻ നിന്നില്ലേ കാർ നിർത്തിയേ 1 മണിക്കൂർ എന്നെ എപ്പോഴാണ് ഇറക്കുന്നത് കറക്റ്റ് 1 മണിക്കൂറാകുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാവും. ഞാനൊന്ന് വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് വരും. ഓക്കെ? അല്ല, എനിക്ക് പൈസ കിട്ടാണ്ട് എന്നെ വിടൂല മോളെ. അതിങ്ങി എൻ്റെ ബാപ്പ എൻ്റെ അമ്മ അറിഞ്ഞാലും ഞാൻ പൈസ കിട്ടാണ്ട് ഞാൻ വിടൂല. എന്നെ തല്ലാനോ കൊല്ലാനോ നിൽക്കൂല. നേരത്തെ തല്ലിയത് ഓൻ്റെ വർത്താനം കൊണ്ടാണ്. അയ്യ കേട്ടല്ലോ, ഓൻ്റെ വൈഫ് പറയാണ് എൻ്റെ അക്കാക്ക് ഓളെ കൂടെ പോയിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല, എനിക്കെന്താ പ്രശ്നമാണ്. ഞാൻ ടാണ്ട എനിക്കൊരു പ്രശ്നമില്ല, ഇതാ ഓക്കെ ഞാൻ കൊടുക്കണമെങ്കിൽ തല്ലാണ്. ഓൻ എനിക്കെന്താ ഞാൻ അതാ കൊടുക്കുന്നുണ്ട്, എനിക്ക് എന്താ വെച്ചാൽ കട്ടിക്കോളൂ. ഓക്കെ? എൻ്റെ ആരെയും എന്നെ കള്ളവടി വെക്കാൻ വരുന്നോ? എൻ്റെ ഞാൻ ആരെയിരുന്നു? അല്ലെങ്കിൽ ഞാൻ വേറെ കല്യാണം പെണ്ണും കുട്ടികളൊക്കെ ആയിട്ട് ജീവിച്ച് എന്നെ ഇങ്ങനെ കീപ്പായിട്ട് കൊണ്ടെടുക്കുന്നതാണ്. എൻ്റെ ആരെയും അപ്പോൾ അതൊക്കെ വിട്ട് നഷ്ടം എനിക്ക് തന്നെയാണ്. എനിക്കിപ്പോൾ സമാധാനമുണ്ട്. ഇനിയെങ്കിലും എനിക്ക് അവിടെ പോകുമ്പോൾ സമാധാനത്തോടെ ജീവിക്കാനോ. എന്നെ ഇങ്ങനെ 24 മണിക്കൂർ ഓൺലൈനിൽ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ എനിക്ക് ജയിക്കണം, എനിക്ക് ആ പൈസ വാങ്ങണം. അല്ലെങ്കിൽ ഞാൻ ഓൻ്റെ ഇടയിലും പൊട്ടനായിപ്പോയി, ഫസലിൻ്റെ ഇടയിലും പൊട്ടനായിപ്പോവും. ഇനി ഓന് തീറ്റി പോട്ടെ തന്നെ. ഒരാളെ അണ്ടറിൽ നിൽക്കും. അത് കല്യാണം കഴിയട്ടെ, കിളവനാവട്ടെ, ആരാവട്ടെ, അതൊക്കെ നോക്കും. അത് ഓള് കൊടുക്കേണ്ടി കൊടുത്താലും ഒക്കെ നോക്കും. അത് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ നോക്കും. അതൊക്കെ നോക്കടി. ഇതിന് മുമ്പ് അറിഞ്ഞതല്ലേ? പക്ഷെ വൈഫ് സമ്മതത്തോടെ, കാരണം ഓക്ക് പറ്റാത്ത കാര്യങ്ങൾ വേറൊരു പെണ്ണിലൂടെ. പക്ഷെ എന്തോ ചിലപ്പോ അതായിരിക്കാം. പ്രശ്നമില്ല. അതെന്താ വെച്ചാൽ എന്റെ ഹസ്ബൻഡ് എന്നോട് വന്നിട്ട് പറയണേ അത് അങ്ങനെയല്ല, അത് ഇങ്ങനെയാണെന്ന് അറിയുമ്പോ ഞാൻ ആ ഒരു സത്യത്തിന് മുകളിലേക്ക് ഞാൻ മൂപ്പരെ വിശ്വസിക്കുന്നത്. മൂപ്പര് എന്നോട് നുണ പറയുന്നില്ല ഉള്ളതിൽ. ഇപ്പൊ ഈ അയച്ചു കൊടുത്ത തെളിവുകൾ ഓന്റെ വാർത്ത എന്തായാലും വീട്ടിലിത് കാണിക്കാണ്ടിരിക്കൂല.
പ്രത്യേകിച്ച് ഇപ്പൊ പറഞ്ഞു ഓന്റെ വൈഫ് ഇങ്ങനെയാണ് സംസാരിച്ചത്. അപ്പൊ ഓള് ഓരോ നായികർക്ക്. പക്ഷെ അതല്ല, ഈ പാത്തൂന്ന് അടിച്ച ഇത് ആയതാണ് ലതീഷ? അതൊന്ന് പറഞ്ഞോണ്ടാ. ഇത് ഫസലിന്റെ നമ്പറാണോ? അത് എനിക്ക് പറഞ്ഞോണ്ടാ. അത് കറക്റ്റ് പറയണം. ആരാണത്? ഫസലാണോ? ഫസലാണോ? അല്ലെങ്കിൽ എനിക്ക് അതൊരു ക്ലാരിറ്റി വരുത്തണം. ഫസലാണോ വേറെ ആരെങ്കിലും ആണോ? ഓക്കെ, പെരിന്തൽമണ്ണ കുറേ കോണ്ടാക്റ്റുള്ളതാണ്. അത് പറയും വെറുതെ. അത് ഞാൻ ഇനി ഫസലിന്റെ വാപ്പൊക്കെ അയച്ചു കൊടുത്തിട്ട്. ഇതാരാണ് ഈ പാത്തൂന്ന് അടിച്ചത്? ആരാണ്? ഫസലിന്റെ പുതിയ നമ്പറാ? ഓരോ വൈഫിന് അറിയാം നമ്പർ? ഇതിങ്ങനെ കുറെ ചാറ്റും കാര്യങ്ങളും എല്ലാം ചോദിക്കുന്നുണ്ട്. ഈ ഫൈസൽ മാമൻ അങ്ങനെ കണ്ടതൊന്നും അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ ഭാര്യയെ വിളിച്ചറിയിച്ചു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങളുടെ ഭർത്താവ് ഇങ്ങനെ എൻ്റെ ഭാര്യയുമായിട്ട് ഇങ്ങനെ ഒരു ബന്ധം വന്നിട്ട്. അപ്പോൾ പുള്ളിക്കാർ പറഞ്ഞു അത് കുഴപ്പമില്ല, എൻ്റെ ഇക്ക അങ്ങനെ പോകട്ടത്. എന്നാ നല്ല ആചാരങ്ങളല്ലേ, എത്ര നല്ല മനോഹരമായ ആചാരങ്ങൾ. വേറെ ഭാര്യയായിരിക്കുന്ന അവരെ അടിച്ചു മാറ്റിക്കൊണ്ട് വരുന്നു, വന്നേച്ച് അവൻ്റെ കൂടെ അവൻ ചെലവിന് കൊടുത്ത് അവൻ ജീവിപ്പിക്കുന്നു. ജീവിച്ചേച്ച് അവൻ ഗൾഫിന് പോകുമ്പോഴത്തേക്ക് അത് വേറൊരുത്തിൻ്റെ പുറകെ പോന്നു. അവന് ഭാര്യയും ഒക്കെ ഉള്ളതാണ്, കുടുംബം ഉള്ളതാണ്. അവനെ വിളിച്ചറിയിക്കുമ്പോഴത്തേക്ക് അവൻ്റെ ഭാര്യ പറയുന്നു എനിക്കിത് കുഴപ്പമില്ല, എൻ്റെ ഇക്ക പൊക്കോട്ടെ, എനിക്ക് എൻ്റെ സമ്മതമാണെന്ന്. ഇതൊക്കെ നല്ല നല്ല ആചാരങ്ങളല്ലേ, എന്ത് രസകരമായ ആചാരങ്ങളല്ലേ. അപ്പം ഈ പരിപാടി നടക്കുന്നതിന് മുമ്പ് ഈ പുള്ളിക്കാരിയെ വിളിച്ചപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവരുടെ കുറേ വോയിസുകൾ ആ പുള്ളിക്കാരൻ്റെ അപ്പനെങ്ങാണ്ട് അയച്ചു കൊടുത്തു. അപ്പനാണോ അമ്മായപ്പനാണോ ആർക്കണ്ട് അയച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അവരുടെ അടുത്ത് ഈ പുള്ളിക്കാരി അയച്ചു കൊടുത്തു, എന്നെ ഭീഷണിപ്പെടുത്തിയാണ് ഇതൊക്കെ പറയിപ്പിച്ചേക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഇവർ വേറെ വോയിസ് അല്ലാതെ ഇട്ട്. അപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങളിതൊക്കെ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഭീഷണിപ്പെടുത്തിയല്ലേ അവരെ കൊണ്ട് പറയിപ്പിച്ചത്, ഇതൊന്നും സത്യങ്ങളല്ല എന്ന് പറഞ്ഞു. ഒരു പക്ഷേ ഇനി അങ്ങേരെ ഭാര്യയോടും പറഞ്ഞേക്കുന്നതായിരിക്കാം ഇവനൊരു സൈക്കോയാണ്, അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ സംശയങ്ങളാണ് അവൻ്റെ ഭാര്യ അത് എന്നെ വെച്ച് സംശയിക്കുന്നു എന്നായിരിക്കും പറഞ്ഞത്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഒരു ഭാര്യ പറഞ്ഞത് എനിക്ക് കുഴപ്പമില്ല, എൻ്റെ ഇക്കാടെ കൂടെ പൊക്കോട്ടെ എന്ന് ഭർത്താവ് പറയുന്നതല്ലേ കൂടുതൽ ഭാര്യമാർ വിശ്വസിക്കത്തുള്ളൂ. അപ്പം അതായിരിക്കാം അവരത് അങ്ങനെ സംസാരിച്ചതൊന്നും. അല്ലാതെ ലോകത്തൊരു ഭാര്യയും എൻ്റെ ഭർത്താവ് പൊക്കോട്ടെ ഈ പണിക്ക് ഞാൻ അതിന് സമ്മതമാണെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. പക്ഷേങ്കിൽ ഇവരെ ഇങ്ങനെ ചോദ്യം ചെയ്ത് ഇവൻ വലിയ മിടുക്കനാവുകയാണ് ചെയ്യുന്നത്, വലിയ മിടുക്കന് ഇവരെ ചോദ്യം ചെയ്ത്. ഇവനിത് എങ്ങനെ കിട്ടിയ സാധനം അങ്ങനെയല്ലേ പോവുള്ളൂ, അല്ലാതെ ഇവൻ്റെ കൂടെ നിൽക്കുമോ? അന്നേരത്തേക്ക് ഇവൻ അതിനെ വലിയ ആൾ കളിച്ച് ഈ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുക, അങ്ങനെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ വേറെ കുറച്ച് ഇനി കാറിനകത്തിരുന്ന് ഇവരോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം റൂമിൽ ഇരുന്ന് വേറൊരു സ്ത്രീ ഉണ്ട്, അവർ അതാരെന്നൊന്നും അറിയത്തില്ല. ഇവരിനി നിൽക്കുന്ന ഹോസ്റ്റൽ വാർഡനാണോ എന്നൊന്നും അറിയാനൊക്കത്തില്ല. അവരത് ഹോസ്റ്റലിൽ എങ്ങാണ്ടാന്ന് തോന്നി നിൽക്കുന്നത്. വെളിയിലായിരുന്ന സമയത്ത് ഹോസ്റ്റലിൽ എങ്ങാണ്ട് ആക്കുമോ അങ്ങനെയൊക്കെ ആയിരുന്നു, ഏതാണ്ടൊക്കെ പരിപാടികളായിരുന്നു. ലാസ്റ്റ് പുള്ളിക്കാരൻ ഇതെല്ലാം കൈയോടെ പൊക്കി, കാര്യം ഇവൻ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വന്നവനായതുകൊണ്ട് ഇവിടെ എവിടെ തിരിഞ്ഞാൽ ഇവനറിയാം ഈ പണി എന്നേലും കാണിച്ചു വെക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഇവൻ എപ്പോഴും ഇവളുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. വെളിയിലായിരുന്നെന്ന് പറഞ്ഞാലും നാട്ടിൽ പലരും കാണും ഓരോ കാര്യങ്ങൾ വിളിച്ച് പറയാനായിട്ട്. എന്നാണേലും പുള്ളിക്കാരി കിട്ടുന്നല്ല 8ന്റെ പണിയാണ് കിട്ടിയേക്കുന്നത്. ബാക്കിയും കൂടെ നമുക്ക് കേൾക്കാം. സത്യം ഓല് കേസ് കൊടുക്കും. സത്യം ഫോണിൻ്റെ കയ്യിലുണ്ടല്ലോ, സത്യം പോലെ പറയും. കൈയെടുക്ക്, എത്ര വട്ടം എൻ്റെ കൂടെ പോയിക്കണം? കൈയെടുക്ക്, എത്ര വട്ടം എൻ്റെ കൂടെ പോയിക്കണം? അതിൻ്റെ മുമ്പേ എനിക്ക് ഞാൻ വേണോ ആദ്യം പറയാം. സിമ്പിളായിട്ടുള്ള ചോദ്യം, സിമ്പിളായിട്ടുള്ള ഉത്തരം. എനിക്ക് ഞാൻ വേണോ പറയേ. വേണ്ട. അപ്പം ഞാൻ പറഞ്ഞോ വേണ്ടെങ്കിൽ വേണ്ട, വേണമെങ്കിൽ വേണ്ട. ഓക്കെ, ഒന്നും വേണ്ട, ഞാനും വേണ്ട. ഇതുവരെ എന്നായിട്ട് റിലേഷൻ ആയിരുന്നോ? എൻ്റെ കയ്യിൽ നിന്ന് 10-40-30 രൂപ വാങ്ങിനോ? എന്നെ സ്നേഹിച്ചതിനെ കൊണ്ടല്ല എൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കിയേ, എൻ്റെ ചിലവൊക്കെ നോക്കിയേ ആണോ? എത്ര വട്ടം എൻ്റെ കൂടെ കിടന്നു പറ? ഈ ഫസലിൻ്റെ വട്ടം എത്ര വട്ടം കിടന്നു? 3-4 വട്ടം. എവിടെ വെച്ചിട്ട്? ഇനി പേടിപ്പിച്ചിട്ട് പറയിക്കുന്നൊക്കെ പറയും, അതൊക്കെ എൻ്റെ കാര്യം. എവിടെ വെച്ചിട്ട്? പെരിന്തൽമണ്ണ. ഏത് ഈ അന്ന് പോയ ലോഡിച്ചാണോ? പിന്നെ ഏത് ലോഡിച്ച്? ഏത് ലോഡിച്ച് പറയടി. ഇതുപോലെ കേസ് കൊടുക്കും, കാരണം ആ ഞൊണ്ടി സപ്പോർട്ടാണ്. പിന്നെ ഈ പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് വേണ്ടി അങ്ങനെ അല്ലോ. ഇത് പറ, എത്ര വട്ടം എവിടെ വെച്ചിട്ട്? അല്ലെങ്കിൽ ഞാൻ തല്ലും. പറയും. ഞാനത് പോയിനാ? യെസ് എത്തണോ? ഉറപ്പാണോ? ഞാനത് പോയിനല്ലേ? പോയിക്കണോ ഇല്ലേ? പറയേ. ഞാനത് പോയിക്കണോ ഇല്ലേ? പോയി. എവിടെ വെച്ചിട്ട്? തൃശ്ശൂർ. ഏത് ലോഡിച്ച്? ഓൻ കൊണ്ടേതാണ് എന്നെ. ഏത് ലോഡിച്ചെന്ന് അറിയില്ല. കല്യാണം കഴിഞ്ഞ് 2 കുട്ടിയില്ല എനിക്ക്. ഓനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ഓൻ്റെ കൂട്ടുകാർ പറഞ്ഞ വോയിസ് എനിക്ക് കിട്ടില്ലേ? ഓൻ്റെ പണി ഏതാണെന്ന് കേട്ടില്ലേ? എൻ്റെ നെക്സ്റ്റ് പണി നോക്കിയവനല്ലേ?
എല്ലാ എവിഡൻസും തന്നില്ലേ? ഇപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞെന്താണ്? എന്നെ തല്ലുന്ന കേട്ടിട്ട് അവൻ പറഞ്ഞെന്താണ്? എന്താ ചെയ്തു? ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടി? എൻ്റെ 43,000 റുപ്യ 2 കൊല്ലത്തോളം ആവാനായില്ല അല്ലേ? നമ്മൾ ഈ 2 കൊല്ലം എന്നെ കൂടെ ഒന്ന് ചതിച്ചു. കാല് പിടിച്ചാൻ പറഞ്ഞതാണ് എന്നോട്, എനിക്ക് ഓനെ വേണോ ഈ പൊരിക്കാം. എന്നിട്ടും എൻ്റെ കൂട്ടുകാരനിക്ക് വിളിച്ചും കണ്ട് എനിക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം, വാങ്ങിച്ചു കൊടുക്കണം. ഓൻ്റെ കൂടെ മെഞ്ഞാന്ന് പോയി കിടന്നിട്ടും അല്ലേ? അപ്പോൾ ഇജ്ജ് പറയാം എനിക്ക് കാമത്തിൻ്റെ പ്രശ്നമാണ്. എന്താണ് എൻ്റെ പ്രശ്നം? പറ, ഇജ്ജെന്നെ പറ. എനിക്ക് എൻ്റെ പ്രശ്നം എന്താണ്? കാമാണോ? എൻ്റെ വീട്ടിൽ നിന്ന് കടിച്ച് പുറത്താക്കിയല്ലേ ചാടി പോയിട്ട്? എല്ലാം അറിഞ്ഞിട്ട് തന്നെ സ്വീകരിച്ചില്ല ഞാൻ, കല്യാണം കഴിയാത്ത ഞാൻ. അപ്പം എൻ്റെ പ്രശ്നം എന്താണ്? കാമം. പറയാനുള്ള അവസരങ്ങളാണത്. ഹസ്ബൻഡിന്റെ കൂടെ സെക്സ് ഇല്ല എന്നല്ല, പക്ഷെ അതിനേക്കാൾ കൂടുതൽ സംസാരിക്കും, യാത്രയും. അതാണ് അതിൽ സെക്സും ഇതിനല്ലേ നമ്മൾ പറയണത് ബെഡിന്ന്. ഇത് പറയും ഇതുകൊണ്ട് നാട്ടിൽ എല്ലാവർക്കും കിട്ടും. എൻ്റെ ഏട്ടനിക്കും എൻ്റെ അമ്മക്കും എൻ്റെ കുട്ടിയുടെ കാണും. നന്ദി തല്ലൂല എനിക്ക് വേണ്ടിയൊക്കെ പറയുന്നുണ്ട്. ഒരു രക്ഷയില്ല. കൂടെ ഒന്ന് ചതിക്കും പാലിക്കണം. എൻ്റെ FB തന്നെ അത് പോസ്റ്റും. കൂടെ ഒന്ന് ചതിക്കും പാലിക്കണം ലഭിച്ച വേറെ ഓപ്ഷൻ ഇല്ല. അത് GB എത്ര പൈസ ഉണ്ട്? സത്യം പറയാം, അപ്പം നോക്കും. പറയും അതിൽ കൂടുതലുണ്ടെങ്കിലും ബസ്സിൽ പൈസ നീ തോന്നി നിനക്ക്? ഉറപ്പൊന്നുമില്ല, ഞാൻ ചെക്ക് ചെയ്യും. GB ഒക്കെ എല്ലാം ചെക്ക് ചെയ്യും, വീഡിയോ എടുത്ത് ഒക്കെ ചെക്ക് ചെയ്യും. പൈസ നീ അയച്ചാ ഉറപ്പ് അയച്ചിട്ടില്ല? തിരിച്ചു കൊടുത്ത കയ്യിലുണ്ടാവല്ലോ? ഉണ്ടാവില്ല? തിരിച്ചു കൊടുത്തുണ്ടാവോ? അയച്ചോട്ട് എവിഡൻസ് ആണിത്. ഉണ്ടാവോ? പറയും. തുറക്ക്. ഓഫായില്ല, നമുക്ക് ഓണാക്കാം. ഇവൻ വലിയ മിടുക്കനായിട്ടിരുന്നാണ്, വലിയ CBI ചോദ്യം ചെയ്യുന്ന മാതിരിയൊക്കെയാണ് ചോദ്യം ചെയ്യുന്നത്. എടാ പന്നം പറഞ്ഞല്ലേ, നിനക്കറിയാമല്ലേ, നിന്നെ വേണ്ടതുകൊണ്ടാണ് അവൾ അടുത്തവൻ്റെ പുറകെ പോയത്. എന്നിട്ടും ഇനി എന്നെ വേണോ അവനെ വേണോ എന്നൊക്കെ ചോദിക്കുക. നിനക്ക് നാണമില്ലേ? നിന്റെ കയ്യിൽ നിന്ന് പോയെങ്കിൽ നീ വിട്ട് കളയുക. നീ ഇപ്പോൾ ഇത്രയും വലിയ ചോദ്യം ചെയ്യുന്നുണ്ടല്ലോ. നിൻ്റെ കൂടെ 2 വർഷമായി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ നിന്നെ ചതിച്ചപ്പോൾ നിനക്ക് നൊന്തു. ബാക്കി ആ 2 കുഞ്ഞുങ്ങളെ പ്രസവിച്ച് അങ്ങേരുടെ കൂടെ അവൾ എത്രയും നാളെ ജീവിച്ചിട്ട് അങ്ങേരെ ചതിച്ച് നിൻ്റെ കൂടെ വന്നപ്പോൾ നിനക്ക് ഒന്നും തോന്നിയില്ലായിരുന്നോ? ഇവളും വിചാരിച്ചു എന്നാണെന്നറിയോ, ആദ്യ ഭർത്താവ് ഒന്നിനും വന്നില്ല, അദ്ദേഹം ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല, ഇവള് പോയത് പൊക്കോട്ടെ എന്നോർത്തിന് അങ്ങേരിരുന്നു. അപ്പോൾ ഇവളോർത്ത് എല്ലാവരും ഇങ്ങനെ മൈൻഡ് ചെയ്യത്തില്ല, ഇതുപോലെ ഇവിടെ ഈ തോന്നിയാസം ഇങ്ങനെ നടക്കും, കുറേ നാൾ കുറച്ചാടെ കൂടെ ഒന്നിച്ച് ആളെക്കളം ചരത്തെ ആളെ പുറകെ പോയി ഇങ്ങനെ പോകാമെന്നാണ് ഇവളും വിചാരിച്ചത്. പക്ഷേ ഇത് ഇവക്ക് നല്ലൊരു ഏറ്റവും പണി കിട്ടിയൊരു സ്ഥലമാണ് ഇവൻ്റെ കൈ വന്ന് പെട്ടത്. ഇവൻ്റെ നഷ്ടപ്പെട്ടതും ഇവക്കിട്ട് കൊടുക്കാവുന്നതിൻ്റെ മാക്സിമം കൊടുത്തിട്ടുണ്ട്. അത് ഇനിയുള്ള വീഡിയോ കാണുമ്പോൾ കാണാം. അതുപോലെ തന്നെ അതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇനി ഇപ്പം ഇവൻ ഇത് കൊണ്ടുപോയി ഇവൾക്ക് വേറൊരാളെ വേണ്ടതെങ്കിൽ ഇവൻ വിട്ട് കളഞ്ഞേക്കാം, ഇവന് വേണ്ടെങ്കിൽ വിട്ട് കളഞ്ഞേക്കാം. ഇനി പൈസയോ കാര്യങ്ങളോ എങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിയമപരമായിട്ട് മുന്നോട്ട് പോവുക, കേസും കാര്യങ്ങളുമായിട്ട് അങ്ങനെ പോവുക. അല്ലാതെ ഇവരെ കൊണ്ടുപോയിട്ട് ഉപദ്രവിക്കുക എന്നുള്ളതൊന്നും ഇവന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. ഇത് കിട്ടേണ്ടത് കർമ്മഫലം അത്രയും തന്നെ ഇവർക്ക് കിട്ടി, ചെയ്തതിൻ്റെ ഫലം കിട്ടി. അത് ഇവൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതിൻ്റെ അല്ല, ഇവനെ ചതിച്ചതിന് കിട്ടിയതല്ല. ഈ ഒരു ഇവൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ കിട്ടുന്ന പണി ആദ്യ ഭർത്താവിനെ ചതിച്ചതിന് ദൈവം കൊടുക്കുന്ന ശിക്ഷയാണ് ഇപ്പോൾ ഈ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊന്നുമല്ല, ശരിക്കും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ബാക്കി വീഡിയോ കൂടെ കാണാം. എന്നെ ചതിച്ചതിന്റെ അനുഭവിച്ചാ? ചതിക്കാൻ നല്ല രസമല്ലായിരുന്നോ? അല്ലേ? നല്ല രസമല്ലായിരുന്നോ രണ്ടാക്കും കൂടിയും? അല്ലേ? എന്നെ ചതിച്ചിട്ട് റൂം എടുത്തിട്ട് ഓൻ്റെ എങ്ങനെ ഇമ്പി കൊടുക്കാൻ നല്ല രസമല്ലായിരുന്നോ? പറയടി. ആ കൈയൊന്ന് കാണിക്ക് ക്യാമറയിൽ കാണട്ടെ. അനുഭവിച്ചില്ല നന്നായിട്ട്? ഇനി മേലാൽ ഒരു മനുഷ്യന് ചതിക്കാൻ വെക്കരുത്. സ്നേഹിച്ചിട്ട് എന്താക്കരുത്? ചതിക്കരുത്. മനസ്സിലായോ? ചതിച്ചാൽ എന്താവും ഇതുപോലെ ഇരുന്ന് പിന്നെ കരിയേണ്ടി വരും. അവർക്കിട്ട് ശരിക്കും കൊടുത്തിട്ടുണ്ട്. അവരുടെ കയ്യിൽ എന്നേലും വെച്ച് ഇടിച്ചതാണോ എന്നാന്നറിയാൻ മേല. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഇവർ ഇത്ര ഈ തല്ല് കൊണ്ടിട്ട് എന്നാത്തിന് ഇവൻ്റെ കൂടെ തന്നെ നിൽക്കുന്നു, ഇവർക്ക് ഇവിടുന്ന് പൊയ്ക്കൂടെ എന്നാണ് ചോദിക്കുന്നത്. എന്നെയാണെങ്കിലും ഇവനോട് വലിയ ആത്മാർത്ഥതയൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. അങ്ങനെ ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ വേറൊരുത്തിൻ്റെ കൂടെ 5-6 പ്രാവശ്യം പുറക്കാനായിട്ട് പോകുകയില്ലായിരുന്നു. അവൻ്റെ കൂടെ പോയി അവനും കൈയൊഴിഞ്ഞു. അവന് ഇവിടെ എന്നെ വേണമെങ്കിലും ചെയ്തു, എനിക്കിതൊന്നും അറിയണ്ടെന്ന് പറഞ്ഞു. അവൻ്റെ ഭാര്യയ്ക്ക് അംഗവൈകല്യോ ഏതാണ്ടൊക്കെ പ്രശ്നങ്ങളുള്ളതാണ്. അതുകൊണ്ടാണ് ഇവൻ അങ്ങനെയുള്ളൊരു ഡയലോഗ് അതിനകത്ത് പറയുന്നത്. അവർക്ക് എന്തോ കാലിന് എന്തോ പ്രശ്നമുള്ളതെന്ന് തോന്നും മറ്റവൻ്റെ പെണ്ണുപിള്ളയ്ക്ക്. അവനോട് വിളിച്ചിട്ട് പറഞ്ഞു ഇവളെ തല്ലും കൊല്ലും എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞു, നീ നിൻ്റെ ഇഷ്ടമുള്ള പോലെ ചെയ്ത് എനിക്കൊരു വിഷയമില്ല, നീ അവളെ എന്നാന്ന് വെച്ചാൽ കാണിച്ചാൽ. ഇത്രയൊക്കെ ഉള്ളൂ. ഇങ്ങനെയൊക്കെ പോകുന്ന ബന്ധങ്ങൾക്കുള്ള ആത്മാർത്ഥത ഇത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ ആരും ആത്മാർത്ഥതയോടെ സ്നേഹത്തോടു കൂടിയൊന്നും അല്ല ഇങ്ങനെ വന്ന് കയറുന്നൊന്നും ഒരിക്കലുമല്ല. വരുന്നത് അവരുടെ കാര്യം സാധിക്കാനും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം വരുന്നതാണ്.
അത് കഴിയുമ്പോൾ അടുത്തതിനെ കിട്ടുമ്പോൾ അടുത്തതിൻ്റെ പുറകെ അവരും പോകും. അപ്പോൾ ഈ ഇറങ്ങി തിരിക്കുന്നവന്മാരൊന്ന് ചിന്തിക്കുക, ഈ കെട്ടിയവനെയും കളഞ്ഞ് കുട്ടികളെയും കളഞ്ഞേച്ച് പോകുമ്പം ഈ ചെല്ലുന്നിടത്തെല്ലാം സുഖം കിട്ടത്തില്ല. പിന്നെ ഈ നടക്കുന്നിടത്തോളം കാലം, ആരോഗ്യമുള്ളിടത്തോളം കാലമൊക്കെ ഇങ്ങനെയൊക്കെ നടക്കും, ഓരോമാരുടെ മാറി മാറി നടക്കാം. ഈ ആരോഗ്യമൊക്കെ ഒന്ന് ക്ഷയിക്കുന്നൊരു സമയം വരും. അന്നേരമായിരിക്കും ചിന്തിക്കുന്നത്, ഭർത്താവിനെയും മക്കളെയും ഒക്കെ പറ്റി ചിന്തിക്കുന്നത് അന്നേരമായിരിക്കും. എന്നാണെങ്കിലും നല്ല പോലെ അവരുടെ കൈക്കിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വല്ലതും വെച്ച് കമ്പോ എന്തെങ്കിലും വെച്ച് അടിച്ചതാണോ അതോ ഇനി കല്ലോ വല്ലതും വെച്ച് ഇടിച്ചതാണോ എന്നൊന്നും അറിയത്തില്ല. അവരുടെ കൈ നല്ല പോലെ അവരുടെ കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. ചതിച്ചതിന് കൊടുത്ത ശിക്ഷയാന്ന് പറഞ്ഞു. ഇതൊന്നും ഈ നിയമത്തിൻ്റെ ഇതിലൊന്നും കാണുന്നില്ലെന്ന് ഞാനും ഓർക്കുന്നത്. കാര്യം എന്നാന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ കൂടെ കിടന്ന് കറങ്ങുന്നൊരു വീഡിയോ ആണിത്. ഇതൊന്നും ഇവർക്ക് ഇനി എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോഴായിരിക്കും ഇതൊക്കെ ഓരോന്നും നിയമം അതിൻ്റെ ഇത് വഴി കൂടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങ് വരാൻ പോകുന്നത്. കൊടുക്കണ്ട, ഓൻ എടുക്കും. കുറച്ച് കഴിഞ്ഞിട്ട് ഓൻ പ്രശ്നമൊക്കെ മാറിയിട്ട് വീണ്ടും ഓന് എന്നെ വെട്ടാൻ വേണ്ടിയിട്ട്, എന്നെ കളിക്കാൻ വേണ്ടി കൊടുക്കും, വിളിക്കും. ഒന്ന് ആശ്വാസം നൽകും നിനക്ക് വാക്കുകളിലൂടെ. ഓക്കെ, പ്രശ്നം വരുമ്പോൾ മുങ്ങും. അത് കള്ളവെടിയൊക്കെ അല്ല, അത്രേ ഉള്ളൂ. അപ്പം ഈ അങ്ങനെ വെടി വെക്കാൻ കൊടുത്ത് അങ്ങനെ ജീവിക്കുക. എനിക്കൊരു കുട്ടിയില്ലേ, എത്ര 2 മക്കളില്ലേ അല്ലേ? ഒരു പെൺകുട്ടീൻ്റെ വാപ്പൻ്റെ അടുത്ത് ഒരു ആൺകുട്ടിയില്ലേ? ഒരു ആധാർ കാർഡ് പോലില്ലേന് അല്ലേ അപ്പോൾ അല്ലേ? ഒരു ആധാർ കാർഡ് പോലില്ലല്ലോ. ഇവിടെ കള്ളവടി വെച്ചങ്ങാണ്ട് ജീവിക്കുക അല്ലേ? എന്നിട്ട് വാക്കുകൾ എനിക്കെന്റെ മോനാണ്. മോനിക്ക് വേണ്ടി എന്താ ചെയ്ത്? മറ്റുള്ളവർക്ക് കിടന്നു കൊടുക്കുന്നോ? പറയടി, മോനിക്ക് വേണ്ടി എന്താണ് ചെയ്ത്? മറ്റുള്ളവർക്ക് കിടന്നു കൊടുക്കുന്നോ? പറ, എന്റെ കുട്ടിക്ക് വേണ്ടി എന്താ ചെയ്യണ്ടേ? ബാതുർന്ന് സംസാരിക്കടി. ആ, നല്ല തല്ലിട്ടില്ല അല്ലേ? തല്ലണ്ട തന്നെ ശരിക്കും ഈ കാണിച്ചതിന്? തല്ലണ്ടേ? തല്ലി കൊല്ലണ്ടിയല്ലേ ഈ കാണിച്ച്? ഇന്നെ ചതിച്ചതിന്റെ വീഡിയോ കണ്ടില്ലേ? എന്റെ മുഖഭാവം ഞാൻ കണ്ടില്ല എന്നെ ചതിക്കുമ്പോൾ. ശരിക്കും അവർക്കിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവർക്ക് കൈക്ക് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് ശരിക്കും നല്ല തല്ല് കിട്ടിയിട്ടുണ്ട്. അവരൊരുമാതിരി മയങ്ങിയിരിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് അവരുടേത്. അല്ലാതെ അവർക്ക് അവരുടെ കണ്ണൊക്കെ കണ്ടു ഇങ്ങനെ മയങ്ങി പോകുന്നു. അവർ തെറ്റ് ചെയ്തു, അവരെ ഞാൻ ന്യായീകരിക്കൊന്നുമല്ല. അവർ കാണിച്ച തെറ്റാണ്, നല്ല തെറ്റാണ് അവർ കാണിച്ചേക്കുന്നത്. പക്ഷേങ്കിൽ ഇവരെ തല്ലാനായിട്ടുള്ള യാതൊരു അധികാരവുമില്ല. ഇവനും എന്നതാ കാണിച്ചത്? ഇവൻ ഈ പണിക്ക് പോയി കിട്ടിയതല്ലേ ഇവരെ. അപ്പോൾ പിന്നെ ഇവൻ ഇത്രയും വലിയ ഡീസൻ്റ് ആയിട്ട് കിടന്ന് ഇവളെ ഇങ്ങനെ തല്ലാനും എടുക്കാനും ഇവളോട് ചോദ്യങ്ങൾ ചോദിക്കാനും ഇവന് നാണമില്ല. ഇവനെ വേണ്ടെങ്കിൽ പോട്ടെ, അത്രയേ ഉള്ളൂ. അത് ഒഴിവാക്കി വിട്ടേക്കുക. ഇവൻ തല്ലേണ്ട കാര്യമില്ല. അവൻ ഫസ്റ്റ് ടൈം ആ വീഡിയോ എടുത്തു, അവൻ സോഷ്യൽ മീഡിയ ഇട്ടു. അതിനൊന്നും പറയുന്നില്ല. കാര്യം വെച്ചാൽ ഇനി ഒരു ചെറുപ്പക്കാരൻ, ഒരു കല്യാണം കഴിക്കാത്ത ഒരുത്തൻ ഇവിടെ കൈ വന്ന് പെടരുത്. അതിന് വേണ്ടി ഓക്കെ, അതിന് വേണ്ടി ഇട്ടോട്ടെ. പക്ഷേ ഇവിടെ ഈ തല്ലേണ്ട എടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അവരവരുടെ കാര്യം നോക്കി അവർ പൊക്കോളും. ഒഴിവാക്കി വിട്ടേക്കുക. ആദ്യത്തെ വീഡിയോ കാണുന്ന ഏതൊരുത്തിനും മനസ്സിലാവുമല്ലോ ഇവിടെ എന്നതാ എങ്ങനെയാണെന്നുള്ളതൊക്കെ മനസ്സിലാകും. ഒത്തിരി പേരെടുത്ത് അതിച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ ഒരു ഇതിലൂടെ ഒരുത്തൻ, ഇനി ഒരു കല്യാണം കഴിക്കാത്ത ഒരുത്തൻ ഇവളോട് ഇനി പ്രേമം മൂത്തൊന്നും ഇവളുടെ കൂടെ ഒന്നും പോകത്തൊന്നുമില്ല. ഇവളെ വിവാഹം കഴിച്ചിട്ട് ജീവിക്കാനും പോകത്തില്ല. അപ്പോൾ പിന്നെ എന്നിട്ട് ഇവരെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ട് ഈ തല്ലുകയും എടുക്കുകയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? എന്നാത്തിനാണെന്ന് മനസ്സിലാകുന്നില്ല അവർക്ക്. പക്ഷെ ശരിക്കും എന്നതോ നല്ല പരിക്ക് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അവരുടെ ആ ഒരു കിറിഞ്ഞുള്ള ഇരിപ്പ് കാണുമ്പോഴേ അറിയാം നല്ല പോലെ ഇവൻ കൊടുത്തിട്ടുണ്ട്. അത് തലക്കെട്ടുമൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവരിടയ്ക്ക് തല തപ്പുമൊക്കെ ചെയ്യുന്നുണ്ട്, കൈകൊണ്ട് ഇങ്ങനെ തൊട്ട് നോക്കുന്നുണ്ട്. ഇനിയും തലയുടെ പുറവശം മുറിഞ്ഞിട്ടുണ്ടോ എന്നൊന്നും അറിയത്തില്ല. ഇത് ഒക്കെ ഒരു നിയമത്തിൻ്റെ ഒരു മുന്നിലൊന്നും ഇത് ചെല്ലാതെ ഇരുന്നിച്ച് ഇവൻ ഇങ്ങനെ തല്ലിയെടുത്ത് എവിടെയെങ്കിലും ഒന്ന് കൈമാറിക്കൊണ്ട് സ്ഥാനത്ത് തട്ടിക്കഴിയുമ്പോൾ ഇവർ തീർന്നു പോകും. അന്നേരം പിന്നെ ഇവനെ അറസ്റ്റ് ചെയ്യലായി, കേസായി, കാര്യങ്ങളായി. ഒരു പ്രശ്നം വരുന്നത് കാണുമ്പം അതൊന്നും ആരും ഒന്നും ചോദ്യം ചെയ്യാൻ വരത്തില്ല. പിന്നെ ബാക്കിയും കൂടെ നമുക്കൊന്ന് കാണാം. അല്ലേ? രണ്ടാളും കൂടി എന്നിട്ടല്ലേ ഇനി മേലാൽ ചെയ്യരുത്. ഓനുണ്ടാവും കള്ളവെടി വെക്കുന്നവൻ എന്തായാലും ഉണ്ടാവും. ഓന് പോകുന്നില്ല, കള്ളവെടി വെക്കാണ്. ഓൻ പോകൂല, മനസ്സിലായോ? ഓൻ എന്നെ വിട്ടു പോകില്ല. ഓൻ കള്ളവെടി വെച്ചു കൊടുക്കും. ഒരു പ്രശ്നം വന്നാലോ അനക്കെന്തെങ്കിലും കെടുപ്പിലായാലോ ഒന്നിനും ഓൻ ഉണ്ടാവില്ല. ഓനിക്ക് കള്ളവെടി വെച്ചാൽ മതി. ഓക്കെ, മനസ്സിലാ? ഇപ്പൊ കിട്ടിയില്ലേ? സമാധാനമായില്ലേ? എല്ലാ ബന്ധം തീർന്നില്ലേ? എന്നിട്ടും എനിക്ക് പുതിയ ഫോൺ ഞാൻ വാങ്ങിച്ചെന്ന് എന്നെ സേഫായിട്ട് എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അതിനുള്ളൊരു സ്നേഹം എനിക്ക് ഉള്ളത് കൊണ്ടാണ്. പക്ഷെ എന്ന് വെച്ചിട്ട് ഈ ചെയ്തേന് എനിക്കൊന്നും അത് ഈ നാളെ എനിക്ക് തോന്നും ഞാൻ പൊട്ടനാന്ന്. എനിക്കും തോന്നും. ഓനിക്കിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ? അവൻ്റെ വൈഫിനൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് എൻ്റെ കെട്ടിയും കിടന്നോട്ടെ അല്ല കൂട്ടിക്കൊണ്ട് ഓടെ കൂടെ കിടന്നോട്ടെ, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ കെട്ടിയോളാണ് ഓനിക്കുള്ളത്. അവളെ പണ്ടല്ലേ ഉള്ള സിറ്റുവേഷൻ എങ്ങനെയാണ്? ഓക്കെ, അപ്പോൾ എനിക്ക് അങ്ങനെ കിടന്നോടത്തേ ജീവിക്കും ഇനിയുള്ള കാലം. ഓക്കെ, നിന്നെ ശല്യം ചെയ്യാനോ നിന്റെ ഭാഗത്തേക്കോ വരാൻ നിൽക്കരുത്, കേട്ടല്ലോ? പന്നതാ എനിക്ക് കിട്ടിയ ഞാൻ തിരിച്ചാ നിൽക്കണേ, നന്നായിട്ട് ഞാൻ തിരിച്ചാ നിൽക്കണേ.
അവന് കിട്ടിയത് അവൻ നന്നായിട്ട് തിരിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് അവൻ പറയുന്നത്. പിന്നെ ഇവൻ പൊട്ടനാണോ എന്ന് ചോദിച്ചാൽ ലോക പൊട്ടനാണ്. അല്ലെ പിന്നെ ഈ ഇവരുടെയൊക്കെ കയ്യിൽ ഇങ്ങനെയൊക്കെ ചെന്ന് പെടുവോ? ഇവനൊക്കെ നീ പൊട്ടനായതുകൊണ്ട് തന്നെയാണ്. നീ ഇപ്പോൾ ഇവർ രണ്ട് തല്ലിയെന്ന് പറഞ്ഞോണ്ടോ അല്ലെങ്കിൽ നീ ഈ വീഡിയോ എടുത്തിട്ടെന്ന് പറഞ്ഞ് നീ പൊട്ടനല്ലാതാകുന്നില്ല. നീ ലോക പൊട്ടനാണ്. ഒരുത്തിയെ ഒരു ഭർത്താവും പിള്ളേരുമായിട്ട് ഇരിക്കുന്നിടത്ത് പോയി അവളെ എടുത്ത് പോയി ബന്ധം കൂടി അവളെ കൂടെ സ്വീകരിച്ചതിന് ശേഷം നീ എന്ത് വിശ്വാസത്തിലപ്പം നാട്ടിൽ നിർത്തിച്ച് പോയത്? നീ ഓർത്തോ നിന്നെ അങ്ങ് വിശ്വസിച്ചങ്ങ് നിൽക്കുമെന്ന് വിചാരിച്ചോ? നീ നാട്ടിൽ നിർത്തിച്ച് നീ ഗൾഫിൽ പോയി കഴിയുമ്പോഴത്തേക്കും നിനക്ക് കിട്ടും അതേ പണി തന്നെ, അതേ നാണയത്തിൽ തന്നെ നിനക്ക് കിട്ടും. തിരിച്ചു കിട്ടി. അത് കിട്ടിയപ്പോൾ നിനക്ക് നൊന്തു. നീ കാണിച്ചപ്പോൾ നിനക്ക് നൊന്തില്ല. അവള് നിന്നെ വേറൊരുത്തിൻ്റെ കൂടെ പോയി ചതിച്ചപ്പം നിനക്ക് നൊന്തു. ഇതൊക്കെ എന്താണെന്നറിയോ? ഈ ഇങ്ങനെയൊക്കെ പോകുന്നതിനൊക്കെ ഈ ആരോഗ്യമുള്ളിടത്തോളം കാലം ഇങ്ങനെ നടക്കും. എന്താണെന്ന് വെച്ചാൽ കുറേ കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ചുരുണ്ട് കൂടും. ഇതിനൊക്കെയാണ് കുടുംബം എന്ന് പറയുന്നത്. ഭാര്യ ഭർത്താവ് ബന്ധങ്ങൾ, അതിലുണ്ടാകുന്ന കുട്ടികൾ, ആ ഒരു കുഞ്ഞുങ്ങളുണ്ടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വാർദ്ധക്യമാകുമ്പോഴത്തേക്ക് അവരാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. അന്നേരം ഒരു തെരുവിലും കിടക്കേണ്ടി വരത്തില്ല. ഇനി അതുതന്നെ നമ്മൾ കുട്ടികളില്ലെങ്കിൽ പോലും നമുക്ക് ബന്ധുക്കാരും ആരെങ്കിലുമൊക്കെ കാണും നമ്മളെ നോക്കാനായിട്ട്. ഇതിങ്ങനെ പോയി ഇവിടെ ആരെങ്കിലും സ്വീകരിക്കുമോ? ഇവിടെ വീട്ടുകാർ സ്വീകരിക്കുമോ? ഇല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളെ ഇനി ഓർത്ത് അങ്ങനെ സ്വീകരിക്കുമോ? ഒരിക്കലുമില്ല. കഴിഞ്ഞ ദിവസം നമ്മളെന്താ ഷിംസിൽ അങ്ങനെ ഒരു പെണ്ണ് ഒളിച്ചോടി പോയില്ല, ഒരു മൊബൈൽ കടക്കാരൻ്റെ കൂടെ, എന്താ അവരുടെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. ആ വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു. ആ പെണ്ണ് പോയിട്ട് കൊച്ചിനെ തിരിച്ചു കൊണ്ട് കൊടുത്തു. വീണ്ടും കരഞ്ഞു പിഴിഞ്ഞ് ഭർത്താവിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് സ്വീകരിക്കണമെന്ന് പറഞ്ഞു. അങ്ങേർക്ക് വേണ്ടാന്ന് അങ്ങേര് പറഞ്ഞു. ഇങ്ങനെ പോകുന്നൊന്നും പിന്നെ തിരിച്ച് സ്വീകരിക്കാൻ പോകുന്നില്ല. അത് കൈമാറി ഇങ്ങനെ പോകത്തുള്ളൂ. പിന്നെ ജീവിതം അങ്ങ് നശിച്ച് പോകത്തേ ഉള്ളൂ. അല്ലാതെ ആരും ഈ പോകുന്നവരൊന്നും കൂടെ സ്നേഹത്തര. പിന്നെ ഇവൻ എന്തോ ഇവളെ സ്നേഹിച്ചുകൊണ്ടായിരിക്കും ഇവൻ ഇവളെ കൈവിടാതെ ഇവളെ സംരക്ഷിച്ച് കൂടെ നിർത്തിയത്. അപ്പോൾ അവൾക്ക് കുന്തെളുപ്പ്. അവിടുന്ന് അവൾ ചാടിപ്പോയി. കിട്ടിയില്ലേ? അതിനും കൂടെ നല്ല പോലെ കിട്ടിയില്ലേ? ഇനി ഇതൊക്കെ മേടിച്ച് കെട്ടി ഇത് എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് കഴിയുമ്പോഴേ ഇനി ഇതിൻ്റെ നിയമവും കാര്യങ്ങളൊക്കെ വരുള്ളൂ. ഇവനൊക്കെ വേണ്ടെങ്കിൽ ഇവനൊക്കെ കളഞ്ഞേക്കുക. ഇവനൊക്കെ പൊട്ടനാക്കിയത് തന്നെയാണ്. പൊട്ടനാക്കിയെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് ബുദ്ധിയുള്ളവൻ അവിടെ നിന്ന് മാറിക്കൊടുക്കുക. അല്ലാതെ ഇവളൊക്കെ തല്ലിയും പിടിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളില്ല. ഇവളൊക്കെ എവിടെയെങ്കിലും പോട്ടെ എന്ന് വിചാരിക്കുക. അവൻ ഇനി ഇവളെ സ്വീകരിക്കാനും എടുക്കാനൊന്നും പോകുന്നൊന്നുമില്ല. ഒരിക്കലും സ്വീകരിക്കാൻ പോകുന്നില്ല. അങ്ങനെയുള്ളവനാണെങ്കിൽ ഇവൻ അവളെ തല്ലിപ്പോൻ പറഞ്ഞതിന് നീ എന്നെന്ന് വെച്ച് ചെയ്തോ, തല്ലുവോ കൊല്ലോ എന്നു വെച്ച് എനിക്ക് വിഷയമേ അല്ലാതെ എങ്ങനെ ഇരിക്കുന്നു? ഇവനെ കളഞ്ഞേച്ച് അവൻ്റെ കൂടെ പോയതാണ്. അവൻ്റെ ഭാര്യ എന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവർക്കിനി അറിയാമെങ്കിൽ അവർ വിചാരിച്ചാണ് തൻ്റെ ഭർത്താവിനെ പറ്റി ഇതായിട്ട് പറയേണ്ടതെന്ന് വിചാരിച്ച് അവളുടെ ഭർത്താവിന് സൈഡിൽ നിന്നു. ഇപ്പോൾ ഇവിടോ ഇല്ല, അവിടോ ഇല്ല, ഒരിടോ ഇല്ല, കുഞ്ഞുങ്ങളും ഇല്ല, ഒന്നുമില്ല. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാവരും പിന്നെ ഇനി ഇവിടെ ജീവിതം എന്നായിരിക്കും എന്നറിയാം. വല്ല തെരുവ് പ്രദേശത്ത് പോയി ഈ ചുമന്ന തെരുവ് പോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ അതുപോലുള്ളതുപോലത്തെ ഒരു ജീവിതം അങ്ങ് ആയി പോകുമായിരിക്കും ഇനി ചെയ്യുന്നത്. എത്ര കാലം കുറേ കഴിയുമ്പോൾ വല്ല രോഗവും പിടിച്ച് ഏതെങ്കിലും മൂലയ്ക്ക് എവിടെയെങ്കിലും രോഗിയായിട്ട് ഇരുന്ന് അനുഭവിക്കാനുള്ള മൊത്തം പിന്നെ ബാക്കിയും കൂടെ അനുഭവിച്ച് ഈ ലോകത്തുനിന്ന് അങ്ങ് പോകും. ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ? കെട്ടിയവനുണ്ട്, മക്കളുണ്ട്, ആ കുഞ്ഞുങ്ങളെങ്കിലും ഓർക്കാവില്ല. ഇത് കുഞ്ഞുങ്ങളുടെയൊക്കെ ശാപമാണ്. കാര്യം എന്നാന്ന് വെച്ചാൽ ഇളയ കൊച്ചിന് ആധാർ പോലും എടുത്തിട്ടില്ലെന്ന് പറഞ്ഞത്. അപ്പോൾ അതൊരു കുഞ്ഞു കൊച്ചായിരിക്കാം, അതിന് ആധാറൊന്നും എടുത്ത് കാണത്തില്ലായിരിക്കും. അപ്പോൾ അതിനധികം പ്രായം കാണത്തില്ല കുഞ്ഞിന്. ആ കുഞ്ഞ് ഇവളുടെ കൂടെ ഉണ്ടെന്നാണ് തോന്നുന്നത്. അതാണ് അവൻ പറയുന്നത്, ആ കുഞ്ഞിന് വേണ്ടിയല്ലേ നീ ജീവിക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ പണിക്കൊക്കെ പോയത് കുഞ്ഞിനെ വളർത്താൻ വേണ്ടിയാണെന്നൊക്കെ ചോദിക്കട്ടെ. പക്ഷെ അവരിരുന്ന് ഈ തല്ല് കൊള്ളുന്ന എന്നതിനകത്ത് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. ഇരുന്ന് ഈ തല്ലെല്ലാം കൊള്ളുന്നേ എന്നാലും ഇവനെ അവർക്ക് വേണ്ടാന്ന് തീരുമാനിച്ച് അവർക്ക് അവരുടെ പാട് നോക്കി അവർക്ക് പോവുകയും ചെയ്യാം. പക്ഷേ ഇരുന്ന് ഈ തല്ലെല്ലാം കൂടെ മേടിച്ച് ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എന്നാ ചെയ്യും? അവർ കാണിച്ചത് നല്ലതാണോ അല്ലെങ്കിൽ അവർ ചെയ്ത് ശരിയാണെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. അവർ കാണിച്ച തെറ്റ് തന്നെയാണ്. പക്ഷേ ഇവൻ നല്ലവനാണോ അവരെ ഈ തല്ലാനും? ഈ ഇതുപോലെ അവരുടെ കൈക്കൊക്കെ നല്ല പരിക്കുണ്ട്. കൈക്ക് നല്ല പരിക്കാണ്. അത്രയും ചെയ്യണമെങ്കിൽ അവരൊരുമാതിരി കിറങ്ങി വല്ലാത്ത അവസ്ഥയിലാണ് അവരിയ്ക്കുന്നത്. ഒന്നെങ്കിൽ അവർ നല്ല പോലെ അവർക്കിട്ട് കിട്ടിയിട്ടുണ്ട്, അവർ നല്ല പോലെ ക്ഷീണിതയാണ്. അവർക്ക് ഇവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ മേലാതെ തന്നെ. ഇതൊക്കെ നമ്മുടെ ഈ കേരളത്തിൽ തന്നെയാണല്ലോ നടക്കുന്നതെന്ന് ഓർക്കുമ്പോഴാണ്. ഈ കേരളം സത്യം പറഞ്ഞാൽ ഇപ്പോൾ എന്നതായിക്കൊണ്ടിരിക്കുവാണ്. എന്നതാണ് ഈ കേരളത്തിൻ്റെ അവസ്ഥ? ഒരു സൈഡിൽ കൂടെ വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു, വേറൊരു വശത്തൊരു അവിഹിതവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നു. സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലാണെങ്കിൽ കുറേ അധ്യാപകർ അവർ സമരം ചെയ്യുന്നു. എന്നതൊക്കെയാണ് ഈ കേരളത്തിൽ നടക്കുന്നത്? എന്നാലും ഇവരുടെയൊക്കെ നല്ല പണി തന്നെ കിട്ടണം. കാര്യം എന്നാന്ന് ചോദിച്ചാൽ അവർ കാണിച്ച തെറ്റ് തന്നെയാണ്. പക്ഷേ അവരെ ഇങ്ങനെ ശിക്ഷിക്കാനുള്ള അധികാരമൊന്നും ഇവനില്ല. പിന്നെ നമ്മുടെ നിയമം ഇച്ചിരിയും കൂടെ സ്ട്രോങ് ആകണം തന്നെയാണ് പറയുന്നത്. കാര്യം ഒരു ഭാര്യയും ഭർത്താവും കൊണ്ട് ജീവിക്കുന്നു, അവർക്ക് ഇനി മറ്റൊരു ബന്ധത്തിന് താല്പര്യമുണ്ടെങ്കിൽ ബന്ധം പിരിഞ്ഞതിന് ശേഷം അവരവരുടെ ഇഷ്ടത്തിന് പൊക്കോട്ടെ. ഭർത്താവ് ഭാര്യയും കൂടെ ഒന്നിച്ചിരിക്കുമ്പോൾ നിയമപരമായിട്ട് ബന്ധം പിരിയാതെ വേറൊരു ബന്ധത്തിലേക്ക് പോകുന്നതിന് അതിന് തക്കതായ ഒരു ശിക്ഷ എടുക്കുകയെങ്കിൽ ഉണ്ടല്ലോ ഈ കുഞ്ഞുങ്ങൾ ഇത്രയും കിടന്ന് അനുഭവിക്കുകയില്ല.
ഈ കൊച്ചു കുഞ്ഞുങ്ങൾ ഇത്രയും കിടന്ന് അനുഭവിക്കത്തുമില്ല, ഇതുപോലെ അവിഹിതവും ഉണ്ടാകത്തില്ല. ഭാര്യയ്ക്കും ഭർത്താവിനും ഒന്നിച്ച് താമസിക്കാൻ താല്പര്യമില്ലെങ്കിൽ അവർ രണ്ടു വഴിക്ക് പിരിയട്ടെ, അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ അവർ പൊക്കോട്ടെ. എന്നിട്ട് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അവരൊരു തീരുമാനമാക്കുക. ആക്കിയതിന് ശേഷം അവർ പോവുക. പോയതിന് ശേഷം അവരിനി ആരുടെയും പുറകെ പോവുമോ, വേറൊരുത്തിന് സ്വീകരിക്കാതിരിക്കുമോ, എങ്ങനെയും വേണം കിടന്ന് കാണിക്കട്ടെ. ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ വേറൊരുത്തിൻ്റെ കൂടെ ഒളിച്ചോടി പോകാമെന്ന് പറയുന്നത് നല്ല കാര്യമൊന്നുമല്ല കാണിക്കുന്നത്. അതിനാണ് ആദ്യം തടയിടേണ്ടത്, അതിനാണ് ഒരു നിയമം വരേണ്ടത്. ഇതിപ്പോൾ തന്നെ എത്ര എണ്ണമായി. ഒന്ന് നമ്മുടെ ആ കട്ടപ്പനയിലുള്ള ആ ഒരു ബസ് കണ്ടക്ടർ മരിച്ചത്, പിന്നെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇങ്ങനൊരു സംഭവം. ഈ അവിഹിതം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഒരു പുതുമയുള്ള കാര്യമല്ല. ഇത് നമ്മളിപ്പോൾ അറിയുന്നത് ഇത്രയും, അറിയാതെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേങ്കിൽ അതൊന്നും പുറത്തോട്ട് വരുന്നില്ല. ഇങ്ങനൊരു നിയമം വരാമെന്നുണ്ടെങ്കിൽ ബന്ധം വേർപെടുത്തിയതിന് ശേഷം എന്നത് വായിക്കോട്ടെ. അപ്പോൾ ആർക്കും പരാതിയില്ലല്ലോ. എന്നാണേലും ഇവർക്ക് കിട്ടിയിട്ടുണ്ട് നല്ല പോലെ. ഇതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മുടെ ഈ നിയമപാലകരുടെയൊക്കെ മുന്നിലേക്ക് ഇതൊക്കെ ചെല്ലുന്നുണ്ടോ ഇല്ലയോ, അവരൊക്കെ ഇത് കാണുന്നുണ്ടോ ഒന്നും അറിയില്ല. ഇത് ഒരു ഇതും അറിയത്തില്ല. ഇനി ഇവർക്ക് എന്നതെങ്കിലുമൊക്കെ സംഭവിച്ച് കഴിയുമ്പോൾ ഇത് പോലീസായി, ബഹളമായി, നാട്ടുകാരായി, പിന്നെ സോഷ്യൽ മീഡിയയായി, ന്യൂസായി, ഇങ്ങനെ ആകും. അതിനു മുമ്പേ ഈ മരണം സംഭവിക്കുന്നതിന് മുന്നേ വരെ എന്നാ സംഭവിച്ചാലും ആരും കാണത്തുമില്ല, ആരും അറിയത്തുമില്ല. എന്നാണേലും ചെയ്തതിൻ്റെ കർമ്മഫലം അവർക്ക് കിട്ടുന്നുണ്ട്, നല്ലപോലെ കിട്ടുന്നുണ്ട്. ആദ്യം ഭർത്താവിൻ്റെ അടുത്തുനിന്ന് ചാടി പോയ പോലൊന്നുമല്ല. ഈവൻ ഇവളെ ഇനി സ്വീകരിക്കാൻ പോകുന്നില്ല, പക്ഷെങ്കിൽ കൊടുക്കാവുന്ന പണി നല്ല പോലെ കൊടുത്താണ്. മിക്കവാറും ഇവൻ്റെ ഈ തല്ലും തൊടിയും എല്ലാം മേടിച്ച് ഇവിടെ എണീറ്റ് നടക്കാൻ മേലാത്ത രോഗിയായി തീർന്നായിരിക്കും ഇവിടുന്ന് ഇനി ഇറങ്ങുന്നത്. എന്നാണേലും ഈ പരിപാടിക്കൊക്കെ പോകുന്നവർ ഒന്നും കൂടെ ഒന്ന് ചിന്തിക്കുക. ഇതൊക്കെ വേണോ വേണ്ടയോ, ഇതൊക്കെ ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഇത് പ്രശ്നമാകുമോ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടുകയല്ല, ഇതൊക്കെ ഒരു സമയത്ത് തിരിച്ച് കിട്ടും എന്നൊക്കെ ഒന്ന് ചിന്തിക്കുക. എന്നാണേലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം.